23rd question. കറന്റ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ലെസണിൽ മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്ന ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇൻ എ മീറ്റർ ബ്രിഡ്ജ് എക്സ്പെരിമെന്റ് ടു ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് അൺനോൺ റെസിസ്റ്റൻസ്, ഫസ്റ്റ് ദ റെസിസ്റ്റൻസസ് 2 ohm and 3 ohm are connected in the left and right gap of the bridge, and the null point is obtained at a distance L centimeter from the left. Now, when an unknown resistance X ohm is connected in parallel to 3 ohm resistance, the null point is shifted by 10 centimeter to the right of the wire. The value of unknown resistance X is dash ohm. അപ്പോൾ എക്സിൻ്റെ അൺനോൺ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ നമ്മളെ കയ്യിലൊരു മീറ്റർ ബ്രിഡ്ജ് ഉണ്ട്. സോ ഇതാണ് മീറ്റർ ബ്രിഡ്ജ്. ആ മീറ്റർ ബ്രിഡ്ജിൻ്റെ ലെഫ്റ്റ് ഗ്യാപ്പിൽ നമ്മൾ ഒരു 2 ohm റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. ഓക്കെ, റൈറ്റ് ഗ്യാപ്പിൽ നമ്മൾ 2 ohm റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. റൈറ്റ് ഗ്യാപ്പിൽ നമ്മളൊരു 3 ohm റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാണ് അല്ലേ. ആ സമയത്തുള്ള ബാലൻസിങ് ലെങ്ത് അവർ പറഞ്ഞിട്ട് എത്രയാണ്? L ആണ്. അപ്പോൾ ഇവിടെ ഒരു ബാലൻസിങ് ലെങ്ത് ഇവിടെ ഉണ്ട്, ഇത് L ആണ്. ഇതെല്ലാണ് ഇത് എത്രയായിരിക്കും? 100 - L ആയിരിക്കും അല്ലേ. ഉടൻ നമുക്ക് L കണ്ടുപിടിക്കാം. കാരണം എന്താ? 2/3 = എന്തായിരിക്കും? L / 100 - L ആണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 200 - 12 എത്രയാണ്? 3L ആണ്. ഈ -12 അപ്പുറത്തേക്ക് എടുത്താൽ 200 = 3L + 2L. അപ്പോൾ 5L = എത്രയാണ്? 200 ആണ്. അപ്പോൾ L = 200 / 5 = 40 അല്ലേ. അപ്പോൾ ഇനീഷ്യലി ആ ബാലൻസിങ് പോയിന്റ് എവിടെയാണ്? 40 സെന്റിമീറ്റർ ആണുള്ളത്. ഇനി എന്താ പറയുന്നത് നോക്കേ. ഇനി നമ്മളോട് പറയുന്നത് നൗ വെൻ an unknown resistance XO is connected parallel to 3 ohm. അപ്പോൾ 3 ohmന് പാരലൽ ആയിട്ട് ഒരു എക്സ് കണക്ട് ചെയ്തു, ഒരു അൺനോൺ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. അപ്പം നൾ പോയിന്റ് ഒരു 10 സെന്റിമീറ്റർ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മളെ നേരത്തുള്ള മീറ്റർ ബ്രിഡ്ജിൽ 2 ohmനെ ഞാനൊന്നും ചെയ്തിട്ടില്ല. 2 ohm അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇത് 2 ohm. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ആ 3 ohmന് പാരലായിട്ട്, ഇതാണ് നമ്മളെ 3 ohm റെസിസ്റ്റൻസ് അല്ലേ. ഇവന് പാരലായിട്ട് ആരെ കണക്ട് ചെയ്തു? ഒരു അൺനോൺ റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്ത് കൊടുത്തു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം ഇവന് പാരലായിട്ട് നമ്മളൊരു അൺനോൺ റെസിസ്റ്റൻസ് എക്സ് കണക്ട് ചെയ്തു. ആർക്ക് പാരലായിട്ട്? ആ 3 ohmന് പാരലായിട്ട്. ശരിയല്ലേ. അപ്പം ഈ ബാലൻസിങ് പോയിന്റ് നേരത്തെ എവിടെയാണോ അവിടുന്ന് ഒരു 10 സെന്റിമീറ്റർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. നേരത്തെ ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസിലായിരുന്നടാ മക്കളെ? 40 സെന്റിമീറ്ററിലുള്ളത്. ഇതിനൊരു 10 സെന്റിമീറ്ററോട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എവിടെ എത്തി? 50-ലെത്തിയില്ലേ അല്ലേ. അപ്പൊ ഇനി ബാലൻസിങ് പോയിന്റ് കിട്ടുന്നത് ഇവിടെയാണ് അല്ലേ. ഈ ഡിസ്റ്റൻസ് 50 ആണ് എന്ന് മനസ്സിലായോ? ഇത് 50 ആണ്, ഇത് 50 അല്ലടാ അല്ലേ. എടാ നടുക്ക് ബാലൻസിങ് ലെങ്ത് കിട്ടാനുള്ള കണ്ടീഷൻ എന്താ? ഈ 2 സ്ഥലത്തുള്ള റെസിസ്റ്റൻസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം അല്ലേ. ഇവിടെ നിങ്ങൾ നോക്ക്, ഇത് രണ്ടും പാരലൽ അല്ലേ. അപ്പൊ ഈ നെറ്റ് റെസിസ്റ്റൻസ് എത്രയാ വരിക? പ്രോഡക്റ്റ് ബൈ സം അല്ലേ. അതായത് 3x / 3 + x ആണ് എവിടെ ഉള്ളത്? ആ റൈറ്റ് ഗ്യാപ്പിലുള്ളത് അല്ലേ. ഈ നെറ്റ് റെസിസ്റ്റൻസ് ഈക്വൽ എത്ര ആയിരിക്കണം? 2 ആയിരിക്കണം. ശരിയാണോ അല്ലേ. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 3x = 2 × 3 + x അല്ലേ. അപ്പൊ 3x = 2 × 3 6 + 2x അല്ലേ. ഈ 2x അപ്പുറത്തേക്ക് എടുത്താൽ 3x - 2x = 6 എന്ന് കിട്ടി. 3x - 2x എത്രയാ? x. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാ? 6 ohm എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര കിട്ടിയിരിക്കുന്നത്? 6 ohm എന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ ആൻസർ 6 ആണ്.